തിരുവനന്തപുരം മുതലപ്പുഴയിലേക്ക് പോകുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ശക്തമായ പ്രതിഷേധത്തിനിടെ ഇന്ന് മുതലപ്പുഴയിലെ പൊഴി മുറിക്കും. ഇന്നലെ ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് അടിയന്തരമായി പൊഴി മുറിക്കാൻ മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശം നൽകിയത്. ദുരന്ത നിവാരണ നിയമപ്രകാരം കലക്ടർ ഉത്തരവ് നൽകിയതിനാൽ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയേക്കും. പോലീസിന്റെ നിയമ നടപടി സംഘർഷത്തിലേക്ക് നയിക്കുമോ എന്ന് ജില്ലാ ഭരണകൂടത്തിന് ആശങ്കയുണ്ട്. പൊഴി മുറിക്കാൻ അനുവദിക്കില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ നിലപാട്. മണൽ മുഴുവനും നീക്കി പ്രശ്നം പരിഹരിക്കണമെന്ന് സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടു. ഇന്നലെ മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. മുതലപ്പുഴയിൽ നിന്ന് സാന്ത്വന സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാന്ത്വന, ഇന്നിപ്പോൾ പൊഴി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. എന്താ യഥാർത്ഥത്തിൽ ഈ പൊഴി മുറിക്കൽ എന്താണ്? അപ്പോൾ അതിനെതിരെ എന്ത് പ്രതിഷേധമാണ് അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് അവരുടെ പ്രതിഷേധത്തിന്റെ കാരണം? അജൽസി, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഈ സ്ഥലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം, മുമ്പ് ഇവിടെ വലിയ രീതിയിൽ കടലുണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ മണ്ണ് വന്ന് മൂടിയിരിക്കുകയാണ്. നേരത്തെ ഒരുപാട് ആളുകൾ നമ്മൾ ഈ മുതലപ്പുഴയുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി തവണ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ജിൽസിയൊക്കെ അതുമായി ബന്ധപ്പെട്ട് നമ്മളടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെയൊക്കെ തന്നെയും ആളുകൾ വളരെ ആഴമുണ്ടായിരുന്ന കടലായിരുന്നു. ഇവിടെ ജീവന് വേണ്ടി പല ആളുകളും ഇങ്ങനെ കൈയിട്ടടിച്ച കാഴ്ചകളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ സ്ഥലമാണ് ഇപ്പോൾ ഇങ്ങനെ മണ്ണ് മൂടി ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കായലിൽ നിന്ന് കടലിലേക്ക് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്ന പ്രതിഷേധങ്ങളൊക്കെ തന്നെയും നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും കണ്ടതാണ്. ഇന്നിപ്പോൾ പൊഴി മുറിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ സർക്കാരും ഒക്കെ തന്നെയും എത്തിയിരിക്കുന്നത്. 9 മണിയോടുകൂടി തന്നെ പൊഴി മുറിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. താൽക്കാലികമായി ഈ കായലിലുള്ള വെള്ളത്തെ കടലിലേക്ക് ഒഴുക്കി വിടുന്നതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പൊഴി മുറിക്കുന്നത്. ഈ ഡ്രഡ്ജിങ്ങും മറ്റുമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപവും ഇവിടെ ഉയരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ 9 മണിയോടുകൂടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തുകയും ഈ ഒരു പൊഴി മുറിക്കൽ ആരംഭിക്കുകയും ചെയ്യും. പക്ഷേ പൊഴി മുറിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഇവിടുത്തെ ആളുകളൊക്കെ തന്നെയും ഉള്ളത്. കാരണം ഡ്രഡ്ജിങ് കാര്യക്ഷമമായി നടക്കാതെ പൊഴി മുറിച്ചു വിട്ടാൽ ഈ വെള്ളം കടലിലേക്ക് പോകും, കായലിൽ നിന്നുള്ള വെള്ളം കടലിലേക്ക് പോകും. ഈ പറയുന്ന പോലെ 5ഓളം വാർഡുകളിൽ നിലവിൽ നിലനിൽക്കുന്ന വെള്ളപ്പൊക്ക ഭീഷണിയെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഇവർക്കില്ല എന്നുള്ളതാണ്. നിരവധി ആളുകളാണ്, 10,000 വരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് നേരിടാൻ പോവുകയും ചെയ്യുന്നത്. ഇവിടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി വന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ഇപ്പം 9 മണിക്ക് പൊഴി മുറിക്കാൻ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പ്രതിഷേധം? എങ്ങനെയാണ് ഇന്നത്തെ? ഞങ്ങൾ കളക്ടർ നിലയിൽ പട്ടാളം വന്നാലും ഈ പൊഴി മുറിക്കാൻ അനുവദിക്കത്തില്ല. കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ 10,000 ആൾക്കാരുടെ ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും, ഇനി ജീവൻ കൊടുക്കേണ്ടി വന്നാൽ പോലും പൊഴി മുറിക്കാൻ കളക്ടറിനെ അനുവദിക്കത്തില്ല. ഈ പൊഴി മുറിക്കുമ്പോൾ വെള്ളം പോകും, പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല അല്ലേ നിങ്ങളുടെ? ഒരു കാരണവശാലും ഞങ്ങളുടെ ഒരു യാനം പോലും കടലിലേക്ക് പോകാൻ പറ്റത്തില്ല. പൊഴി മുറിച്ചാൽ പോലും ഡ്രഡ്ജറെ കൊണ്ടുവന്ന് ഡ്രഡ്ജ് ചെയ്താൽ മാത്രമേ ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു ഡ്രഡ്ജർ ഇവിടെ കുറെ ദിവസമായി ഡ്രഡ്ജ് ചെയ്യുന്നുണ്ട്. അത് എന്താണ് അതിന്റെ അവസ്ഥ? എന്താണ് ഈ ഡ്രഡ്ജർ? ടോട്ടൽ ഡ്രഡ്ജ് ചെയ്യുന്ന സാധനമാണ്. ഇതുകൊണ്ടൊന്നും നടക്കത്തില്ല. പണ്ട് 24 കോടിക്ക് മേടിച്ചത് കണ്ണൂർ ഒരെണ്ണം കിടപ്പുണ്ട്. 10 വർഷം മേടിച്ച ഒരു വിജിലൻസ് കേസിൽ പെട്ട്. അതിനേക്കാളും വലിയ സാധനം അദാനിയുടെ കിടപ്പുണ്ടെണ്ണം ഇവിടെ. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അദാനി എടുത്ത് പ്രഷർ ചെയ്തിട്ട് ഡ്രഡ്ജ് ചെയ്യാമായിരുന്നു. അദാനിക്ക് വേണ്ടി പൊളിച്ചു കൊടുത്തതിൻ്റെ കാരണം കൊണ്ടാണ് ഈ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയത്. അദാനി സബ്സ്റ്റേഷൻ ചെയ്ത് കൊടുത്തതിൻ്റെ ഇതിലാണ് ഇവിടെ ഈ പുലിമുട്ടിൻ്റെ ഒരു 70 മീറ്ററോളം ഭാഗം പൊളിച്ചു കൊടുത്തു. അവർ അവിടെ ജോലി ചെയ്ത്. ഈ പൊഴി മുറിച്ചാൽ നിങ്ങൾക്ക് കടലിലേക്ക് പോകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. ഒരു സാധ്യതയില്ല. 1 മണിക്കൂറിനാണ് തിരിച്ചു മൂടുന്നത്. ഈ പൊഴി 1 മണിക്കൂറിനാണ് മൂടും. കാരണം അതിനുള്ള വെള്ളമില്ല പൊഴി മുറിക്കാനുള്ള. ഈ ഇവർ എന്തോ ഉപയോഗിച്ച് ഇത് മുറിച്ചാലും 1 മണിക്കൂറിനകത്ത് വീണ്ടും മണ്ണ് വന്ന് മൂടിയിരിക്കും. ഈ എടുത്ത് മാറ്റുന്ന മണ്ണിനെക്കാട്ടിലും ഇരട്ടി മണ്ണ് വന്ന് അടിഞ്ഞു മണ്ണ് ഇറങ്ങിക്കൊണ്ടിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഈ പുലിമുട്ടെന്ന് വെച്ചാൽ നമ്മളെ പെരുമാതറയിൽ കാണിക്കുന്ന പുലിമുട്ടും താഴമ്പള്ളിയിലെ പുലിമുട്ടുമായിട്ട് ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തിര മടങ്ങുന്ന അനുസരിച്ച് മണ്ണ് കയറിക്കൊണ്ടിരിക്കും. നേരത്തെ ഇവിടെ എത്ര അടി താഴ്ച മീറ്റർ ആഴം ഉണ്ടായിരുന്ന സ്ഥലമാണ്. 5 മീറ്ററിൽ കൂടുതൽ. ഇപ്പോഴും 5 മീറ്ററും അതിനേക്കാൾ ഉയരത്തിലും മണ്ണാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. എല്ലാ മണ്ണിലാണ്. എങ്ങനെയാണ് ഇത് എങ്ങനെ നേരിടാനാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? ഇത് ട്രച്ച് ചെയ്ത് മരണത് ഇപ്പൊ അദാനിയുടെ ഇത് കൊണ്ടുവന്നാലേ മാറ്റാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും നടക്കത്തില്ല. നിങ്ങൾ എല്ലാവരും ഇതുമായി മത്സ്യത്തൊഴിലാളികൾ തന്നെയാണോ? എത്ര ദിവസമായി പണിക്കൊക്കെ പോയിട്ട്? ഒരുപാട് ദിവസമായി, ഒരു മാസത്തിൽ കൂടുതലായി. വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണല്ലേ? ബുദ്ധിമുട്ട് തന്നെ. എന്ത് വന്നാലും ഇതിനെ നേരിടുമെന്ന് തന്നെയാണ്. നേരിടും, ശക്തമായിട്ട് നേരിടും.
ഇത് തന്നെയാണ് ഇവിടുത്തെ ഓരോ ആളുകൾക്കും പറയാനുള്ളത്. ഇപ്പോൾ തന്നെ 9 മണിക്ക് പൊഴി മുറിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടേക്ക് വന്നു കൂടി നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇവരുടെയൊക്കെ ജീവിത ഉപാധിയായിരുന്ന ഒരു പൊഴിയാണ് ഇത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന, നേരത്തെ ആ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ 5 മീറ്ററിൽ കൂടുതൽ താഴ്ച ഉണ്ടായിരുന്ന ഒരു കടലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ കടലിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്നത് പോലെ മണൽ കൂമ്പാരമല്ലാതെ മറ്റൊന്നുമില്ല. ഈ മനുഷ്യരുടെയൊക്കെ ഉപജീവനമായിരുന്നു ഇവരൊക്കെ ജീവിച്ചിരുന്നത്, ഇവരുടെ മക്കളെ വളർത്തിയിരുന്നത് ഒക്കെ തന്നെയും ഈ കടലിൽ പോയിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഈ പൊഴി മുറിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുമ്പോഴും അവർ പറയുന്നത് പോലെ വെള്ളപ്പൊക്ക ഭീഷണിയെ ചിലപ്പോൾ നേരിടാൻ സാധിച്ചേക്കും. പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ മന്ത്രിതല ചർച്ചയ്ക്ക് ശേഷം കണ്ണൂരിൽ നിന്ന് മറ്റൊരു ഡ്രഡ്ജർ കൂടി കൊണ്ടുവന്ന ഈ ഒരു ഇവിടുത്തെ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തും. അതുപോലെ തന്നെ 1 മാസത്തിനകം പൂർണ്ണമായും ഈ മണ്ണ് നീക്കി ഈ പഴയ അവസ്ഥയിലേക്ക് മുതലപ്പുഴയെ കൊണ്ടുവരുമെന്നൊക്കെ പറയുമ്പോഴും എത്രത്തോളം അത് സാധ്യമാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇനിയും നമ്മുടെ മുൻപിൽ നിലനിൽക്കുന്നത്. കാരണം ഓരോ മണിക്കൂറിലും മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അതിനേക്കാൾ ഇരട്ടി മണ്ണാണ് ഇവിടേക്ക് വന്ന് അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ആശങ്ക. സെപ്റ്റംബർ മാസം മുതൽക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ മത്സ്യത്തൊഴിലാളികൾ സർക്കാരിന് നൽകിയിരുന്നതാണ്. ഇവിടെ മണ്ണടിയുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് മാറ്റണമില്ലാത്ത പക്ഷം വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ സെപ്റ്റംബറിൽ തുടങ്ങേണ്ടിയിരുന്ന ഡ്രഡ്ജിംഗ് തുടങ്ങിയത് ഡിസംബറിലാണ്. അത് ഡ്രഡ്ജിങ്ങിന് വേണ്ടിയുള്ള ടെൻഡർ കൊടുക്കുകയും ഈ കഴിഞ്ഞ ദിവസമാണ് ഡ്രഡ്ജിംഗ് ആരംഭിക്കുകയും ചെയ്തത്. പക്ഷേ ഡ്രഡ്ജിംഗ് ആരംഭിച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ കാണുന്നത് പോലെ വലിയൊരു മണൽപ്പരപ്പായി മുതൽപ്പൊഴി മാറി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മുൻപിലുള്ള ഏക വഴി എന്ന് പറയുന്നത് വലിയ ഡ്രഡ്ജറുകൾ കൊണ്ടുവന്ന് ഈ മണലുകളെല്ലാം തന്നെ മാറ്റുക എന്നുള്ളത്. പൊഴി മുറിച്ച് ഒരു ശാശ്വതമായ ഒരു പരിഹാരമല്ല. ഇനി പൊഴി മുറിച്ചാൽ പോലും ഇവർക്ക് കടലിലേക്ക് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയില്ല. നിലവിൽ ഇപ്പോൾ ഈ ചെറിയ വള്ളങ്ങളൊക്കെ തന്നെയും കൊണ്ടുവന്ന് മറ്റ് വാഹനങ്ങൾ ഉപയോഗിച്ച്, ക്രെയിനുകളൊക്കെ തന്നെ ഉപയോഗിച്ച് കടലിലേക്ക് ഇറക്കിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണുള്ളത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ചെറു വള്ളങ്ങൾക്ക് മാത്രമാണ് അത്തരത്തിൽ കടലിലേക്ക് പോകാൻ കഴിയുക. വലിയ വള്ളങ്ങളൊക്കെ തന്നെയും കടൽ പോകാൻ കഴിയാതെ ഇവിടെ നിൽക്കുകയാണ്. കടലിൽ പോയ വള്ളങ്ങൾക്ക് തന്നെ തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇന്നലെ 117ഓളം വള്ളങ്ങളാണ് ഇത്തരത്തിൽ കടൽ കുടുങ്ങിയ ഒരു അവസ്ഥയുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ മനുഷ്യരുള്ളത്. ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകാതെ പൊഴി മുറിച്ചുവിടാൻ സമ്മതിക്കില്ല. അതിപ്പോൾ എന്ത് സംഭവിച്ചാലും അതിന് അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അഞ്ചുതെങ്ങ് മുതൽ പള്ളിത്തുറ വരെയുള്ള പ്രദേശത്തെ ആളുകൾ ഇന്നിപ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് എത്തുകയും അതുപോലെ തന്നെ പൊഴി മുറിക്കാൻ അനുവദിക്കില്ല എന്നും അവർ അറിയിച്ചിട്ടുണ്ട്. കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും 9 മണിക്ക് എത്തി പൊഴി മുറിക്കാനുള്ള നടപടികൾ തുടങ്ങുക. പക്ഷെ അതിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന അത്രയും മനുഷ്യരും ഇവിടെ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നത്. അവർക്ക് ആവശ്യം ശാശ്വതമായ ഒരു പരിഹാരം എന്ന് തന്നെയാണ്. അത് കണ്ടെത്താൻ സർക്കാരിന് കഴിയണം. കാരണം ഇവിടെ അദാനിയുടെ അടക്കം ഡ്രഡ്ജറുകൾ തൊട്ടടുത്തുണ്ട്. അത് എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന്, കാരണം വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഈ ചെറിയ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഒരു തരത്തിലും ഈ മണ്ണ് നീക്കം പൂർണ്ണമായും നടത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം ഇവർ കടലിനെ അറിയുന്ന മനുഷ്യരാണ്. ഇവരുടെ തൊഴിലാണ്, ഇവരുടെ ജീവിത മാർഗമാണ്, ഇവരുടെ അന്നം ഒക്കെയാണ് ഈ കടൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു പ്രശ്നം സംഭവിക്കും. കാരണം കടലിൽ പണിക്ക് പോയി ജീവിക്കുന്ന മനുഷ്യരാണ് ഞങ്ങളെന്നാണ് ഇവർ പറയുന്നത്. അവരുടെ പണിയാണ്, അവരുടെ ജീവിത മാർഗമാണ് ഇത്. ഈ നമുക്കറിയുന്ന പോലെ തന്നെ ഈ തൊട്ടടുത്ത് ഈ അദാനി പോർട്ടുമൊക്കെയായി ബന്ധപ്പെട്ട് ഈ പുലിമുട്ട് മുറിക്കുകയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ അന്ന് ഈ വലിയ കപ്പലുകൾ ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ അതിന് കൈയടിക്കാൻ പോകുന്ന ആളുകൾ ഈ മനുഷ്യരുടെ ഒരു ബുദ്ധിമുട്ട് അത് കാണാതെ പോകരുത്. ആ വലിയ കപ്പലുകൾ വരാൻ ഒരിക്കൽ വഴിയൊരുക്കി കൊടുത്ത മനുഷ്യനാണ്. പക്ഷേ ഇന്നിപ്പോൾ അവർക്ക് ജീവിതത്തിൽ മുൻപിൽ എന്താണെന്ന് അറിയാതെ തീർച്ചയായും സാന്ത്വന പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മനുഷ്യരുടെ ജീവനോപാധിയാണ്, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പൊഴി മുറിച്ചൊരു താൽക്കാലിക പരിഹാരമല്ല വേണ്ടത്, മണൽ നീക്കിയുള്ള ഒരു ശാശ്വത പരിഹാരമാണ്. ഇടയ്ക്കിടെ ഈ ഡ്രഡ്ജർ കൊണ്ടുവന്ന പരിഹാരം കാണാതെ സ്ഥിരമായൊരു സ്ഥായിയായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ആവശ്യം. എന്തായാലും സ്ഥലത്തൊരു സംഘർഷാവസ്ഥ നിലവിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും ഒക്കെ ഉണ്ട്. അതിനനുസരിച്ചുള്ളൊരു ജാഗ്രതയും പ്രദേശത്തുണ്ടാകും. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കടക്കുകയാണ് മുതലപ്പുഴക്കാർ. സ്വാന്തന സാജുവാണ് വിവരങ്ങൾ നൽകിയത്.